Right. So, in today's class, we will discuss the numerical problems regarding numerical problems of biasing circuits, numericals regarding this biasing circuit. So, the first question is, you have to determine Q point determination. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, ആ സർക്യൂട്ടിന്റെ ക്യൂ പോയിന്റ് ഡിറ്റർമിൻ ചെയ്യണം. സർക്യൂട്ട് ഞാനിവിടെ വരയ്ക്കാം. സർക്യൂട്ട് ഇതാണ്. So you have to identify which is the circuit. 100, then this 8 volt, and this is 2 kilo ohm, and this is 360 K. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് ഏത് ബയസിംഗ് സർക്യൂട്ടാ? ഇത് ഏത് ബയസിംഗ് സർക്യൂട്ടാ? ഇത് ഏത് ബയസിംഗ് സർക്യൂട്ടാണ്? യെസ്, ഫിക്സഡ് ബയസ് സർക്യൂട്ട്സ് ആണ്. ഫിക്സഡ് ബയസ് സർക്യൂട്ട്സ് ആണ്. സോ നമുക്ക് ഏത് സർക്യൂട്ട് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യൂ പോയിന്റ് ഡിറ്റർമിനേഷൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യു ഹാവ് ടു ഡിറ്റർമൈൻ ദ ക്യൂ പോയിന്റ്. സോ ക്യൂ പോയിന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം? ക്യൂ പോയിന്റ് ആണെങ്കിൽ വാട്ട് ഓൾ വോൾട്ടേജസ് യു ഹാവ് ടു കാൽക്കുലേറ്റ്. ക്യൂ പോയിന്റ് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് VCE, IC. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ സർക്യൂട്ടിന്റെ ക്യൂ പോയിന്റ്, ഇത് നിങ്ങൾ ഏത് ബയസിംഗ് സർക്യൂട്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട, പക്ഷേ ഇത് ഐഡന്റിഫൈ ചെയ്യുക ഇതൊരു ഫിക്സഡ് ബയസിംഗ് സർക്യൂട്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് 2 പോയിന്റ് കണ്ടുപിടിക്കണം, VCയും കണ്ടുപിടിക്കണം, ICയും കണ്ടുപിടിക്കണം. ഇനി ഇത് ഐഡന്റിഫൈ ചെയ്യുക. ദിസ് റെസിസ്റ്റൻസ് ഈസ് RB, ദിസ് റെസിസ്റ്റൻസ് ഈസ് RC. ഇവിടെ ഒരു കറണ്ട് ഉണ്ട്, ദാറ്റ് ഈസ് IB. ഇവിടെ ഒരു കറണ്ട് ഉണ്ട്, IE. ഇവിടെ ഒരു കറണ്ട് ഉണ്ട്, IC. ഇനി ഇൻ ബിറ്റ്വീൻ ഈ പോയിന്റിൽ ഒരു വോൾട്ടേജ് ഉണ്ട്, ദാറ്റ് വോൾട്ടേജ് ഈസ് VBE. ഇൻ ബിറ്റ്വീൻ ദിസ് 2 terminals we will be having an voltage called VCE. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സർക്യൂട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഈ റെഡ് മാർക്കിൽ വരച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും സർക്യൂട്ടിൽ തന്നിട്ടില്ല. അതെല്ലാം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന കമ്പോണൻസ് ആണ്. RB, RC, IB, IC, IE, VCE. Then ഈ 2 ലൂപ്പ് കൺസിഡർ ചെയ്യണം. KVL we are calculating at the rate of input side. ഇൻപുട്ട് സൈഡില് നിങ്ങളുടെ KVL കണ്ടുപിടിക്കുന്നു. സോ ദ ടോട്ടൽ വോൾട്ടേജ് ഈസ് 8 വോൾട്ട്. 2 പോയിന്റിൽ ഡെസിപ്പേഷൻ നടക്കുന്നുണ്ട്, RBയിലും VBEയിലും. Then we can write this 8 volt, that is VCC, 8 volt equal to IBRB plus VBE. VBE തന്നിട്ടില്ല, ക്വസ്റ്റ്യനകത്തൊന്നും തന്നിട്ടില്ല, ബട്ട് നമുക്കറിയാം VBE എന്ന് പറയുന്നത് എപ്പോഴും 0.7 വോൾട്ട് ആണ്. സോ ഫ്രം ഹിയർ VB we know, RB അറിയാം, so we can easily calculate IB. Then we can write IB equal 8 volt minus VBE is 0.7 volt divided by RB. RB is 360 kilo ohm, that is 360 into 10 raised to 3. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് you will get 20.27 into 10 raised to minus 6 ampere. That is almost 20.27 micro ampere. IB കിട്ടി. നെക്സ്റ്റ് നമുക്ക് IB അറിയാമെങ്കിൽ നമുക്ക് ICയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 100 എന്ന് പറഞ്ഞൊരു കാര്യം തന്നിട്ടുണ്ട്. ദിസ് 100 represent ബീറ്റ. ബീറ്റ ഈസ് 100. സോ ഐ ക്യാൻ കാൽക്കുലേറ്റ് IC. IC ഈസ് ബീറ്റ ടൈംസ് IB. Beta is 100,
IB is 20.27 microampere. After multiplying that, you will get 2.02 into 10 raised to minus 3 ampere. എന്ന് പറഞ്ഞാൽ that is 2.02 മില്ലി ആംപിയർ. യൂണിറ്റ് കമ്പൽസറി ആയിട്ട് നോക്കും പരീക്ഷയ്ക്ക്. യൂണിറ്റിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാർക്ക് ഡിസൈഡിങ് ഫാക്ടർ ആണ്. അത് ഒരു കാരണവശാലും മാർക്ക് കിട്ടത്തില്ല. യൂണിറ്റ് കറക്റ്റ്ലി നിങ്ങൾ എഴുതണം കാൽക്കുലേഷൻ. ഈ സ്റ്റെപ്സുകൾ ഇങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് കമ്പൽസറി ആയിട്ട് എഴുതിയിരിക്കണം. സോ നമുക്ക് ക്യൂ പോയിന്റിനകത്തുള്ള ഒരു ഫാക്ടർ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് IC. ഇനി നമുക്ക് VCE വേണം. VCE എങ്കിൽ മാത്രമേ ക്യൂ പോയിന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ VC കണ്ടുപിടിക്കണമെങ്കിൽ I need to take the output loop. Next, I am going to take the output loop. Output KVL. So output KVL is 8 volt again VCC. 3 പോയിന്റിൽ ഡെസിപ്പേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഒന്ന് ICRC പ്ലസ് VCE പ്ലസ് VCE. IEയുടെ അവിടെ 0 ആണ്, അവിടെ ഡെസിപ്പേഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് 0 എന്ന് എഴുതാം. സോ ഈ ടേമിനകത്ത് നമുക്ക് ICയുടെ വാല്യൂ അറിയാം, RCയുടെ വാല്യൂ അറിയാം, 2K VC കണ്ടുപിടിക്കാം. സോ VC can be calculated as 8 volt minus IC is 2.02 milliampere, that is 10 raised to minus 3 into RC is 2 into 10 raised to 3. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് you will get the value of 3.943 volt. Is this clear to you? The first question? Yes, sir. Yes. ഇനി നിങ്ങൾക്ക് ക്യൂ പോയിന്റ് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 വാല്യൂസ് ഉണ്ട്, ദാറ്റ് ഈസ് ഒന്ന് ICയുടെ വാല്യൂ, ഒന്ന് VCയുടെ വാല്യൂ. ഇനി അത് ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, ഇത്രയും കാൽക്കുലേഷൻസ് ചെയ്തതിന് ശേഷം ഒരു ഗ്രാഫ് വരയ്ക്കുക. നമുക്ക് ക്യൂ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കാണിക്കുക. നമുക്കറിയാം ക്യൂ പോയിന്റ് കാൽക്കുലേഷനിൽ കോമൺ എമിറ്ററിൽ VCയും IC ആണ് നമ്മുടെ ബേസിക് ഫാക്ടേഴ്സ്. ഇത് മില്ലി ആംപിയറിലാണെന്ന് നോട്ട് ചെയ്യുക, ഇത് വോൾട്ടേജിലാണെന്ന് നോട്ട് ചെയ്യുക. നമുക്ക് കിട്ടിയ പോയിന്റ് ഇത് 0 ആണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി 3.94 വോൾട്ട് ആണ്. സോ ദിസ് പോയിന്റ് ലെറ്റ് ഇറ്റ് ബി, ദിസ് ഈസ് നമുക്ക് കിട്ടിയ 2.02 മില്ലി ആംപിയർ ആണെന്ന് അസ്യൂം ചെയ്യും. നമ്മളത് രണ്ടും വരയ്ക്കുന്നു. സോ ദിസ് പോയിന്റ് ഈസ് കോൾഡ് ക്യൂ പോയിന്റ് and that is coordinates of 3.94 volt, 2.02 milliampere. ഇത്രയും കാര്യങ്ങൾ കമ്പൽസറി ആയിട്ട് എക്സാമിന് എഴുതണം, എങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. I think the first question is clear to you. Yes? Is it clear? Yes, sir. Okay. ശരി. Next, we will discuss the next question. Again, അവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ ദ DC ലോഡ് ലൈൻ. DC ലോഡ് ലൈൻ പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. DC ലോഡ് ലൈൻ പ്ലോട്ട് ചെയ്യണം, ക്യൂ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. DC ലോഡ് ലൈൻ, then ക്യൂ പോയിന്റ്, and then you have to find the stability factor. ഇവിടെ ഒരു എക്സ്ട്രാ ഫാക്ടറും ഉണ്ട്, സ്റ്റെബിലിറ്റി ഫാക്ടർ. ഇത്രയും കാര്യങ്ങൾ DC ലോഡ് ലൈൻ, ക്യൂ പോയിന്റ് കാൽക്കുലേഷൻ, then stability factor. Circuit is here. Circuit is again like this. It's a common emitter. Ground, common emitter, the emitter terminal grounded. Then this is given as 15 volt. Here it is given as 4.7K. Then this is given as 820 kilo ohm. Then ഇവിടെ ഒരു 20 തന്നിട്ടുണ്ട്. ഈ ട്രാൻസിസ്റ്ററിന്റെ ഈ അകത്ത് എഴുതിയിരിക്കുന്ന 20 എന്ന് പറയുന്നത് ബീറ്റ വാല്യൂ ആണ്. സോ ഞാൻ ഈ തന്നേക്കുന്ന വാല്യൂസ് ഒന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാണ് ഈ തന്നേക്കുന്നുള്ള കാര്യം? ദാറ്റ് ഈസ് ഗിവൺ RC 4.7K, ബീറ്റ
20. RB വാല്യൂ 820K. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട DC ലോഡ് ലൈനാണ്. ക്യൂ പോയിന്റ് വേണം, സ്റ്റെബിലിറ്റി ഫാക്ടർ വേണം. ഇനി ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് എന്ത് സർക്യൂട്ട്, എന്ത് ബയസിംഗ് അത്? ഇത് എന്ത് ബയസിംഗ് സർക്യൂട്ടാണ്? വാട്ട് ടൈപ്പ് ഓഫ് ബയസിംഗ് സർക്യൂട്ട് ഈസ് ദിസ്? ഇത് ഏത് ടൈപ്പ് ബയസിംഗ് സർക്യൂട്ടാ? ഇത് ഏത് ടൈപ്പ് ബയസിംഗ് സർക്യൂട്ട് ആണ്? ഫിക്സഡ് ബയസ് സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ എന്നാ? വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഫാക്ടർ? സ്റ്റെബിലിറ്റി, ഈ സർക്യൂട്ടിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ 1 plus beta. ഇവിടെ ബീറ്റ വന്നിട്ടുണ്ട്. ചുമ്മാ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇപ്പം തന്നെ എഴുതാം 21. വളരെ സിമ്പിൾ ആയിട്ട് 21 എന്ന് സ്റ്റെബിലിറ്റി ഫാക്ടർ എഴുതാം. കാരണം ഇറ്റ് ഈസ് 1 plus beta. ഓക്കെ, വിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിൽ ഡു. എഗെയിൻ സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എഴുതേണ്ട കാര്യം ഇൻപുട്ട് ലൂപ്പ് എഴുതുക. ഇൻപുട്ട് KVL. ഇൻപുട്ട് KVL ഈസ് 15 വോൾട്ട് ഈക്വൽ കറണ്ട് മെൻഷൻ ചെയ്യുക. ഇവിടുത്തെ കറണ്ട് IB, ഇവിടുത്തെ കറണ്ട് IC, ഇവിടുത്തെ കറണ്ട് IE. സോ ഇൻപുട്ട് ലൂപ്പ് എഴുതുമ്പോൾ 15 വോൾട്ട് ഈക്വൽ ടു IB into IB/RB, that is 820 kilo ohm 10⁻³ into VBE. Sorry, it is plus VBE. That is രണ്ടിടത്ത് ഡിസിപ്പേഷൻ ഉണ്ട്. ഒന്ന് ഈ റെസിസ്റ്റൻസിന്റെ ഇവിടെ, പിന്നെ ഉള്ള ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് VBE, ഈ വോൾട്ടേജ്. സോ ഇഫ് ഐ എം റൈറ്റിംഗ്, ഐ ക്യാൻ ഗെറ്റ് IB ഈക്വൽ 15 വോൾട്ട് മൈനസ് VB is 0.7. 0.7 divided by 820 into 10⁻³. Then after substituting and equation, we will get, it will be 17.439 into 10⁻⁻6 ampere. That is, it will get 17.439 microampere. ഇത്രയും കാര്യങ്ങളാണ്. ഇനി IB അറിയാമെങ്കിൽ I can calculate IC. IC is beta times IB. Beta is 20. Just simply multiply 20 into 17.439 into 10⁻⁻6. Then you will get 2.09 milliampere. ICയുടെ വാല്യൂ കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻപുട്ട് KVLനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇൻപുട്ട് KVLനെ. സോ the Q point in the first value കിട്ടി IC. IC is given as 2.09. Okay, I will write here. IC കിട്ടി നമുക്ക്. That is 2.09 milliampere. Q point അതിലുള്ള ഒരു വാല്യൂ കിട്ടി. Let me erase this. Okay, so we got the value of IC. Next, we will be taking this output KVL. Output KVL edukka. So output KVL means dissipation is occurring at the 2 points. RC avadeyum VC avadeyum. So I can write 15 volt equal IC RC plus VCE. Then that is 15 volt equal IC നമ്മൾ already കണ്ടുപിടിച്ചു 2.09 milliampere 10⁻³ into RC value, it is 4.7 into 10⁻³ plus VCE. So e equation in the, we can easily calculate VC, just minus 15 minus this, and we will get VC will be equal to 5.177 volt. So VC value conversion, VC is, we got, it is what, 5.177 volt. So Q point conversion, which is VC IC. Stability factor. Next, we will need to find stability factor. Since this is a fixed bias, stability factor is 1 plus beta. Beta is 20, so that we will get 21. So X conversion. S is given as 21. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? Yes, sir. Yes. Yes, sir.
നെക്സ്റ്റ് നമുക്ക് ആ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇനി ആ ഗ്രാഫിലുള്ള കാര്യങ്ങളാണ്. ഇത് VCE, ഇത് IC. ഇനി ആ DC ലോഡ് ലൈൻ ആണ് അടുത്ത പ്ലോട്ട് ചെയ്യേണ്ടത്. DC ലോഡ് ലൈൻ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വരയാണ് വരുന്നത്. ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഹിയർ? ഏതൊക്കെ കോർഡിനേറ്റ്സ് ആ വരുന്നത്? പാർവതി കെ കരുൺ, പാർവതി കെ കരുൺ, she's there? പാർവതി കെ കരുൺ. Parvati is not there. Okay. Roni and Lal. Yes, sir. Yes. Roni ഒന്ന് പറഞ്ഞേ. ഈ കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? എക്സ് ആക്സിൽ നമ്മൾ ഇങ്ങനെ വര വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കോർഡിനേറ്റ്സ് ഉണ്ട്. ഈ എക്സ് ആക്സിലെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയാമോ? Sir, 5.17. അല്ലല്ല, ഇത് പറഞ്ഞേ. കോർഡിനേറ്റ്സ് ജനറലി ഇവിടെ രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഇവിടെ ഒരു കോർഡിനേറ്റ്സ് ഉണ്ട്, കോമ, ഇവിടെ ഒരു കോർഡിനേറ്റ്സ് ഉണ്ട്. ഇവിടെ ഒരു കോർഡിനേറ്റ്സ് ഉണ്ട്, കോമ, ഇവിടെ ഒരു കോർഡിനേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാ കോർഡിനേറ്റ്? VCC 0. ആ, ഓക്കെ. VCC 0. യെസ്, കറക്റ്റ്. ഇവിടുത്തെ എക്സ് ആക്സിസിലെ IC ആ 0. IC 0 ആണോ? നോക്കി. ആ, IC 0. IC 0. ആ, ഈ IC എങ്ങനെ കണ്ടുപിടിക്കുക? IC 0 കറക്റ്റാ. അല്ലെങ്കിൽ 0,IC. 0,IC. ആ, ഈ ICയുടെ അങ്ങനെ കണ്ടുപിടിക്കുക നമ്മള്. ഈ IC ഡയറക്റ്റ്ലി എഴുതുന്നതാണോ? ഈ IC 2.01 എഴുതുന്നതാണോ? ഈ IC ഇവിടെ ഡയറക്റ്റ്ലി എഴുതുന്നതാണോ? DC ലോഡ് ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ 0,IC എന്നല്ല പറഞ്ഞത്, വേറൊരു കാര്യമാണ് പറഞ്ഞത്. എങ്ങനെയാ പറഞ്ഞേ? VCC by RC. ആ, VCC divided by RC. ആ, VCC divided by RC. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഈ ഫാക്ടറായ IC എടുത്ത് ഇവിടെ എഴുതരുത്. കാരണം നമ്മൾ ഈ VCC by RC, നിങ്ങൾ ആ പഴയ അനാലിസിസ് നോക്കിയാൽ മതി. നമുക്ക് IC കിട്ടുന്നത് VCC by RC എന്നാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. വാട്ട് ആർ ദ കണ്ടീഷൻ? അറ്റ് VCE equal to 0. ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ കോർഡിനേറ്റ്സ് എടുക്കുന്നത്. ഓക്കെ, ഇത് IC ആണ്. പക്ഷെ ഈ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഒരു കോർഡിനേറ്റ്സ് കിട്ടുന്നത്. VCC by RC at the rate VC equal to 0. VC equal to 0 ആവുന്ന കണ്ടീഷനിലാണ് ഇവിടുത്തെ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. സോ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ IC ഡയറക്ട്ലി എഴുതരുത്. You know the value of VCC, you know the value of RC. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then you will get the coordinate this. Then ഇവിടെ VCCയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, 15. So that you can write the values. So this point will be 15,0. This point must be 0, VCC by RC. If you are getting it will be like 3 point something, 3.19 milliampere. Please check that. ഇതും IC തന്നെയാണ്, ഇതും IC തന്നെയാണ്. ബട്ട് ചെക്ക് ദ ഡിഫറൻസ്. സോ ഈ കോർഡിനേറ്റ്സ് കിട്ടിയത് നമ്മൾ ഇങ്ങനെ ഒരു അനാലിസിസ് ചെയ്തിരുന്നു. VC equal to 0 വെച്ചിട്ടാണ് ഈ ഒരു കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചത്. സോ ദിസ് മസ്റ്റ് ബി ദ ഇക്വേഷൻ. ആൻഡ് ദെൻ Q പോയിന്റ് കണ്ടുപിടിക്കണം. Q പോയിന്റ് ഓൾറെഡി കണ്ടുപിടിച്ചു. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഒരു കോർഡിനേറ്റ്സ് കിട്ടും. ആ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ കോർഡിനേറ്റ്സ്? ഈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 5.17 വോൾട്ടും this IC is 2.09 milliampere. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ Q പോയിന്റ് കിട്ടുന്നത്. Is this question clear to you? How to draw the DC load line, how to get the Q point, and how to get the stability factor? Clear? Yes, sir. Yes? Okay. Yes. Okay, so I'm stopping here.